ഗെയ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് എടുക്കുന്നൊരു വീഡിയോ ആണ്. കാരണം നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. അപ്പം ട്രിപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ദിവസത്തെ ട്രിപ്പാണെന്ന്. അല്ല, ഒറ്റ ദിവസമാണ്. ഇന്ന് രാത്രി നമ്മൾ പോയിട്ട് നാളെ രാത്രി തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ ഒരു ദിവസമാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. പക്ഷേ ബാഗ് പാക്കിംഗ് ആണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ അമ്പുടു ഇപ്പോൾ ഉള്ളതുകൊണ്ട് അമ്പുടുവിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എടുത്തു വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം സാധനങ്ങൾ എന്തിനെടുക്കണേന്ന്. അപ്പം നമ്മുടെ കുട്ടിയെ നമ്മൾ സേഫായിട്ട് നോക്കണമല്ലോ. കാരണം നമ്മൾ പോകുന്നത് സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോട്ടലിലോ ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൻ്റെ വീടെന്ന് പറയുമ്പം അവിടെ ആരും താമസിക്കുന്നില്ല. അവർ ഇടയ്ക്ക് വന്ന് നിന്ന് പോകാറേ ഉള്ളൂ. ബാഗ് പാക്കിങ്ങിലോട്ട് കിടക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലിലൊക്കെയാണ് ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഇത് അമ്പുടുവിൻ്റെ കുഞ്ഞു ആവായിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഒരു മെത്ത പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കരമ്പേനൊക്കെ ആയി. എന്നാലും അവിടെ ചെല്ലുമ്പം കട്ടിലില്ല, അഥവാ കട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തറയിലായിരിക്കും കിടക്കേണ്ടത്. അപ്പം അമ്പുടുവിനെ സേഫായിട്ട് കിടത്താൻ കരുതിയാണ് ഈ ഒരു ഇതെടുത്തത്. അപ്പോൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ബാഗ് ഫുള്ളാവും. ചേട്ടൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. ചേട്ടൻ വന്ന് നോക്കുമ്പോൾ ബാഗ് ഒറ്റ ദിവസം നിൽക്കണേന് ഇത്രയും സാധനം എടുത്തു എന്ന് ചേട്ടന് അതിശയം തോന്നുന്ന രീതിക്കുള്ള സാധനം. കാരണം ബാഗെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാഗാണ്. അതൊക്കെ പൊടി അടിച്ചിരുന്നതാണ്. അപ്പം നമ്മളതൊക്കെ പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇതൊരു കമ്പിളി ബെഡ്ഷീറ്റാണ്. അപ്പം നല്ല അതുകൊണ്ട് 2 ബെഡ്ഷീറ്റ്. പിന്നെ നമ്മുടെ അമ്പുടുവിന് വേണ്ടി 3 ടവൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബക്കറ്റ് എടുക്കുന്നുണ്ട്. ഈ ബക്കറ്റിലെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പുടുവിൻ്റെ കുളിക്കുന്ന സോപ്പും ബ്രഷ് പേസ്റ്റൊക്കെ വയ്ക്കുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ എടുക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് കൊതുക് തിരി എടുത്ത് വയ്ക്കാം. കാരണം അവിടെ കൊതുകുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടൊരു കൊതുക് തിരി. പിന്നെ നമ്മൾ അമ്പുടുവിൻ്റെ കുറച്ച് പാത്രങ്ങൾ എടുക്കണം. മാത്രമല്ല അമ്പുടുവിന് ഞാൻ സെപ്പറേറ്റാണ് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ എടുക്കുന്നത്. അതിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി നിന്നാൽ അവിടെ അവന് വേണ്ടി വേറെ പാത്രങ്ങൾ കാണും. അപ്പോൾ അവൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അവന് കുറുക്കാനും പാല് കാച്ചാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് അവൻ്റെ ഗ്ലാസ്. അപ്പോൾ അത് അമ്പുടുവിൻ്റെ കുറച്ച് പാത്രങ്ങൾ. ഇത് ഒരെണ്ണം നമ്മുടെ ഗ്ലാസ്സാണ്. അപ്പോൾ ഇത്രയും അവന് കുറച്ച് പാത്രങ്ങളും അവൻ്റെ കുറച്ച് സാധനങ്ങളും. പിന്നെ കുറച്ച് തേയില. അവിടെ ആൾ താമസമില്ലാത്തതുകൊണ്ട് ഇതൊന്നും കാണില്ല. പഞ്ചസാര. ഇത് നമ്മുടെ അമ്പുടുവിന് പാല് കാച്ചാനും കട്ട ഇടാനും ഒക്കെയാണ്. എല്ലാ അമ്പുടുവിനെ കരുതിയാണ് നമ്മൾ മാത്രമായിരുന്നെങ്കിൽ നമുക്കിതൊന്നും എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല. നമ്മളൊരു നേരം കഴിക്കാതെയും കുടിക്കാതെയൊക്കെ നിന്നുള്ളൂല്ലോ. പിന്നെ ഇത് അമ്പുടുവിൻ്റെ ഒരു പാത്രം. ഇത് നമ്മുടെ അമ്പുടുവിന് ഒരു അത്യാവശ്യം വലിയ ബാഗായതുകൊണ്ട് ഇതെല്ലാം കൊള്ളും കേട്ടോ. ഇത് അമ്പുടുവിൻ്റെ ഒരു ടവലാണ്. ടവല് അത് അവന് അവിടെ കുളിപ്പിക്കില്ല. എന്തായാലും ഞാൻ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവന് വേണ്ട വെള്ളമൊക്കെ ഞാൻ കൊണ്ടുപോകാമെന്ന് കരുതി. അവന് പാല് കാച്ചാനും കുറുക്കുണ്ടാക്കാനും പിന്നെ അവന് കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. നമ്മൾ അമ്പുടുവിന് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. അത് വേറൊരു ബാഗിൽ വയ്ക്കാമെന്ന് കരുതി. നമ്മൾ കാറിലാണ് പോകണം. അപ്പോൾ ഈ ലഗേജൊക്കെ അതിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ആ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് കാറിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. രാവിലത്തേക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചൂട് നിൽക്കുന്ന ആ പാത്രത്തിൽ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് എൻ്റെ പ്ലാന്. എത്രത്തോളം അത് സക്സസ് ആകുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമ്മൾ എടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ അമ്പുടുവിൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ്. കുറച്ചൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം പാമ്പേഴ്സൊക്കെ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അമ്പുടുവിൻ്റെ ഡ്രസ്സുകൾ അത്യാവശ്യം നല്ല വലിയ ഡ്രസ്സുകളാണ് എടുക്കണം. കാരണം അവന് തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ കരുതിയാണ് അത്രയും നോക്കിയെടുക്കുന്നത്. അവൻ്റെ കുറച്ച് അത്യാവശ്യം ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് ഇടാനുള്ള 2 ഡ്രസ്സ് എനിക്ക് എടുത്തിട്ടുള്ളൂ. അവിടെ ഇട്ടുകൊണ്ട് നിൽക്കാനും തിരിച്ചിട്ടുകൊണ്ട് വരാനും പിന്നെ ഇട്ടുകൊണ്ട് പോണത്. അപ്പോൾ എനിക്ക് എടുത്തിരിക്കുന്നത് 2ഉം വൈറ്റാണ് കേട്ടോ. എനിക്ക് വൈറ്റിനോട് ഭയങ്കര ക്രേസാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് വേറെ കളറൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഡ്രസ്സെന്ന് പറഞ്ഞാൽ വൈറ്റ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 വൈറ്റാണ് എടുക്കുന്നത്. പോലെ ഒരു ഷോൾ.
ഇത്രയും വെച്ചപ്പോൾ തന്നെ ബാഗ് ഫുള്ളായി. അപ്പോൾ ഇനി അടുത്ത സാധനങ്ങൾ അടുത്ത ബാഗിൽ കയറ്റാം.